ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള അടുത്ത ഒരാഴ്ചത്തെ വാരഫലം, ആഴ്ചഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച രാത്രി വരെയുള്ള ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ ഒരു വാരഫല വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പം 27 നക്ഷത്ര ജാതകരുടെ ഓരോ രാശിക്കും ഓരോ തവണ കവിടി പ്രശ്നം ഞാൻ നേരത്തെ വെച്ച് നോക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഫലങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശികൾ, ഈ രാശികളിലാണ് 27 നക്ഷത്രങ്ങളും വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഫലങ്ങളാണ് ഞാൻ നേരത്തെ നോക്കിയ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. മേട മാസം മേടക്കൂർ നക്ഷത്ര ജാതകരായ, മേടരാശി നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ നക്ഷത്ര ജാതകർ, ഇവർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ മേടക്കൂറുകാർക്ക്, എല്ലാ നക്ഷത്ര ജാതകർക്കും, മേടക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നതാണ് അടുത്ത ഒരാഴ്ച. അപ്പം ആരോഗ്യപരമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ദാമ്പത്യപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കിന് ഉള്ള സാധ്യതകളൊക്കെ അടുത്ത ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ, ആ ഒരു വഴക്ക് ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ ഒരു നല്ല രീതിയിൽ ആ ഒരു പ്രോപ്പർ ഇതായിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള വഴക്കുകൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഭാഗ്യപരമായിട്ട് ഉള്ള തടസ്സം കവടിയിൽ കാണിക്കുന്നു. അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് ഭാഗ്യം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് രാഹുവിന്റെ തടസ്സം കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് പിതാവിന് ദോഷം പറയുന്നു അടുത്ത ഒരാഴ്ച. അതും രാഹുപരമായിട്ടുള്ള ആ ഒരു കടാക്ഷ കുറവാണ് കാണിക്കുന്നത്. അപ്പൊ ദിവസവും രാഹു മന്ത്രം അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം ദിവസവും ജപിക്കുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു കടാക്ഷ കുറവ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉള്ള തടസ്സം, ഒരു ക്ലേശം കാണിക്കുന്നുണ്ട്. അപ്പം ജോലിയിലുള്ള ആ ഒരു പെർഫോമൻസ്, ഒരു ചെറിയൊരു ലാഗിങ് കാണിക്കാനുള്ള സാധ്യത, അതുപോലെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാലതാമസം പോലെ കാണിക്കുന്ന ഒരു ആഴ്ചയാണ് വരാൻ പോകുന്നത്. അതുപോലെ ചിലവ്, നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ച ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതാണ് ആ ഒരു ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് വിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്നു. അപ്പം ചിലവ് നിയന്ത്രിച്ച് നിർത്താനുള്ള ഭാഗ്യം നിങ്ങൾക്ക്, ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നു. അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക്, ഹയർ സ്റ്റഡീസിനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അടുത്ത ഒരാഴ്ച നല്ല സമയമല്ല. അവർക്കൊരു തീരുമാനത്തിൽ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. മാതാപിതാക്കന്മാരൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, അതുപോലെ രോഹിണി, മകയിരം പകുതി, ആദ്യ പകുതി, ഇവർക്ക് ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ അലസത, ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, മടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത ഒരാഴ്ച ഇടവ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. കബഡിയില് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു. അതുപോലെ കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു വഴക്കിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അടുത്ത ഒരാഴ്ച അങ്ങനെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ചൊവ്വ പ്രീതി, കുജനെ പ്രീതിപ്പെടുത്തുക, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറിക്കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ കുജമന്ത്രം, ചൊവ്വ മന്ത്രം ദിവസവും ജപിക്കുവാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. ധരണി ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തന്തം മംഗളം പ്രണമാമ്യഹം ദിവസവും ജപിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഭാഗ്യപരമായിട്ട് ഉള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നതാണ് ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക്. അതുപോലെ ജോലിയില് തടസ്സം, ജോലിയിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ജോലിയിലുള്ള ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട, അതൊരു ചെറിയ രീതിയിലുള്ള തടസ്സം, അത്രേ ഉള്ളൂ. അതുപോലെ കുട്ടികൾക്ക് ദോഷം, ഹയർ സ്റ്റഡീസിന്, ഞാൻ നേരത്തെ കൂറിൽ പറഞ്ഞ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ഡിസിഷനിൽ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാനുള്ള സാധ്യത. പക്ഷേ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്, സഹോദരങ്ങൾക്ക്, അവർക്ക് നല്ല സമയമാണ്. ജോലിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അതുപോലെ വിവാഹം ആലോചിക്കുന്ന ഇടവക്കൂർ നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്ക് നല്ല സമയമാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് അടുത്ത ഒരാഴ്ച ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലം. അടുത്തത് മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകൈരം അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം, ഇവർക്ക് ഈ ഒരാഴ്ച, വരാൻ പോകുന്ന ഒരാഴ്ച എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബപരമായിട്ട് വളരെ ശാന്തമായ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അവർക്ക് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയം, പ്രത്യേകിച്ച് ആരോഗ്യ ക്ലേശങ്ങൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ദൈവാനുഗ്രഹം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി മൈൻഡ്, ഹെൽത്തി ബോഡി കിട്ടാൻ ആ ഒരു ദൈവിക കടാക്ഷം കിട്ടുന്നു. അതുപോലെ സഹോദരങ്ങൾക്ക് നല്ല സമയമല്ല. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ സഹോദരങ്ങൾക്ക് അത്ര നല്ല സമയമല്ല അടുത്ത ഒരാഴ്ച. കല്യാണം ആലോചിക്കുന്നവർക്ക് തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യപരമായിട്ട് വിഷ്ണു ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് കബഡിയിൽ കണ്ട കാര്യമാണ്. നല്ല രീതിയിൽ ഭാഗ്യം തെളിഞ്ഞു നിൽക്കാനുള്ള സാധ്യത. ജോലിക്ക് തടസ്സം ഉണ്ട്. പുതിയതായിട്ട് ജോലിയിൽ അന്വേഷിക്കുന്നവർക്കും കിട്ടാനുള്ള ഒരു കാലതാമസം ഈ അടുത്ത ഒരാഴ്ച അത്ര നല്ല സമയമല്ല. അതുപോലെ ചിലവുകൾ, എക്സ്പെൻസസ്, സ്ത്രീകൾക്ക് ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നതാണ്. പക്ഷെ പുരുഷന്മാർക്ക് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്താനും സാധിക്കുന്നു. ഇതൊക്കെയാണ് മിഥുനക്കൂറിൽ വരുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച, മിഥുനക്കൂർ നക്ഷത്ര ജാതകരുടെ ഫലം. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരായ പുണർദം അവസാന കാൽഭാഗം, അതുപോലെ പൂയം, ആയില്യം, ഇവർക്ക് അടുത്ത ഒരാഴ്ച കബഡിയിൽ കണ്ടത് ചെറിയ രീതിയിലുള്ള ബാധാ തടസ്സം, ബാധാദോഷം, അങ്ങനെയുള്ള ദോഷങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രംഗങ്ങളിലും ഏത് മേഖല എടുത്താലും അതിലൊരു തടസ്സം കാണിക്കാനുള്ള സാധ്യത, കർമ്മരംഗത്തുള്ള തടസ്സം, അതുപോലെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുദ്ദേശിച്ച രീതിയിൽ അടുത്ത ഒരാഴ്ച ആ ഒരു രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയില്ല. പ്രത്യേകിച്ച് കസ്റ്റമേഴ്സ്, അങ്ങനെയുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ
ഒക്കെ എന്തോ ഒരു തടസ്സം നേരിടാനുള്ള സാധ്യതകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കുടുംബപരമായിട്ട് ചെറിയ രീതിയിലുള്ള പൊരുത്തക്കുറവ്, വഴക്കിടാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് അത്ര നല്ല സമയമല്ല. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ പിടിവാശി ഇതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ദാമ്പത്യപരമായിട്ട് അത്ര പ്രശ്നം കാണിക്കത്തില്ല, പക്ഷെ ഫാമിലിയിൽ ചെറിയൊരു ഇഷ്യൂസ്, അങ്ങനെയുള്ള കലഹങ്ങൾ കാണിക്കുന്നു. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്ര പ്രശ്നം കാണിക്കുന്നില്ല, അങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ഫലം 100% എല്ലാവർക്കും വരണമെന്നില്ല. ഇത് പൊതുവായിട്ടുള്ള നക്ഷത്ര ഫലമാണ്, കബഡിയിൽ കണ്ട ഫലമാണ് ഞാൻ പറയുന്നത്. അതല്ല എല്ലാവർക്കും 100% ഇത് ഈ ഒരു ഫലം കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അതുപോലെ ദശാസന്ധി, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതിന് ഏറ്റക്കുറച്ചിൽ സംഭവിക്കുന്നതാണ്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക്, കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. അവരുദ്ദേശിക്കുന്ന രീതിയിൽ നല്ല വിവാഹ ബന്ധങ്ങൾ ഒക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കാൻ ശ്രമിക്കുക. ഭാഗ്യപരമായിട്ട് ആ ഒരു അനുഗ്രഹം, ആ ഒരു കടാക്ഷം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ജോലിയിൽ ഉള്ള തടസ്സം നേരിടാനുള്ള സാധ്യത ഈ കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അടുത്തതായി ചിങ്ങ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം, ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നു. അതായത് രാഹു സംബന്ധമായിട്ടുള്ള ദോഷം, സർപ്പ കടാക്ഷം കുറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ നയന പ്രശ്നങ്ങൾ, ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടുക, ഒരു അലസത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചിങ്ങ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച കാണിക്കുന്നതാണ്. എല്ലാവർക്കുമല്ല, പൊതുവെ ഇതിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കബഡിയിൽ കണ്ട കാര്യങ്ങളാണ്. അതുപോലെ കുടുംബത്ത് പരദേവത പ്രീതി അത്യാവശ്യമാണ്. കുടുംബ ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഐശ്വര്യക്കുറവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ആ ഒരു ദേവതയെ സ്ഥിരം പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നല്ല മംഗളപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സഹോദരങ്ങൾക്ക് അടുത്ത ഒരാഴ്ച അത്ര നല്ല സമയമല്ല. കുട്ടികൾക്ക് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാൻ ഉള്ള വിഷ്ണു കടാക്ഷം, അതുപോലെ വ്യാഴ കടാക്ഷം ഒക്കെ ഇതിനകത്ത് കബഡിയിൽ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല അടുത്ത ഒരാഴ്ച, തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ആഴ്ച വളരെ നല്ല സമയമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഒരാഴ്ച ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് പെണ്ണ് കാണൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യുക. ജോലി സംബന്ധമായിട്ട് നല്ല സമയമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ജോലിപരമായിട്ട് പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന നക്ഷത്ര ജാതകർക്ക് നല്ല സമയം. അവർക്ക് പുതിയതായിട്ട് ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ അടുത്ത ഒരാഴ്ച നല്ല സമയമാണ്. പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടാൻ, അവർ വഴി നല്ല പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള നല്ല സമയമാണ് അടുത്ത ഒരാഴ്ച. ചിലവ് വളരെ നല്ല രീതിയിൽ കൂടി നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നു. അപ്പം ചിലവ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ, അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അടുത്തത് കന്നി കൂർ നക്ഷത്ര ജാതകരായ
ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. ഇവർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ബാധാദോഷം, അതായത് നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം ഏത് മേഖലയിലും തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ് അടുത്ത ഒരാഴ്ച. അതുപോലെ മാതാവിന് ക്ലേശം, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷം, ടെൻഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നു. കുടുംബത്ത് ഒരു ഐക്യക്കുറവ്, അതുപോലെ കലഹത്തിനുള്ള സാധ്യത, ഇതൊക്കെ കാണിക്കുന്നു. അപ്പം അങ്ങനെയുള്ള വഴക്കുകളൊക്കെ ഉണ്ടാവാത്ത രീതിയിൽ ഒന്ന് കണ്ടറിഞ്ഞ് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക് സർപ്പസംബന്ധമായിട്ടുള്ള ദോഷം കാണിക്കുന്നു. അപ്പം രാഹു മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അടുത്ത ഒരാഴ്ച നല്ല സമയമാണ്. നല്ല ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം, ആ ഒരു കടാക്ഷം, ദൈവികപരമായിട്ടുള്ള കടാക്ഷം നിങ്ങൾക്ക് ഇതില് കവടിയിൽ ആ ഒരു ദൈവികത കാണിക്കുന്നുണ്ട്. ദാമ്പത്യപരമായിട്ട് നല്ല സമയം, ആ ഒരു ഐക്യം നിലനിർത്തി പോകാൻ, അതുപോലെ ദാമ്പത്യപരമായി അങ്ങനെയുള്ള വഴക്കുകളും അങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കാനുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച. അതുപോലെ ആരോഗ്യപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാമ്പത്തികപരമായി നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം മണി ഡീലിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അങ്ങനെയുള്ള കടം കൊടുക്കലൊക്കെ ഈ ഒരാഴ്ച ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനെയുള്ള മണി ഡീലിംഗ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യതകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അടുത്ത ഒരാഴ്ച. ഇതൊക്കെയാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിര അവസാന പകുതി, അതുപോലെ ചോതി, വിശാഖം മുക്കാൽ ഭാഗം, ഇവർക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ ഈ ഒരു മാസം ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഈ നക്ഷത്ര ജാതകർക്ക്, പ്രത്യേകിച്ച് ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രം, ഈ രണ്ട് നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം കാണിക്കുന്നുണ്ട്. ദൈവികപരമായിട്ട് എല്ലാ കാര്യത്തിലും ആ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ ആ ഒരു ദൈവികത നിങ്ങൾക്ക് തെളിഞ്ഞ് കാണിക്കുന്നതാണ്. പക്ഷെ നയന സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് അടുത്തൊരാഴ്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. സഹോദരങ്ങൾക്ക്, വിവാഹം ആലോചിക്കുന്നവർക്കും പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും അടുത്തൊരാഴ്ച വളരെ നല്ല സമയമാണ്. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം കാണിക്കുന്നുണ്ട്. ഫാമിലി, കുടുംബപരമായിട്ടുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്തൊരാഴ്ച ഉണ്ടാവും. ബുദ്ധിമുട്ടുകൾ, ചെറിയ രീതിയിലുള്ള കടാക്ഷക്കുറവ്, ദൈവികപരമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് കുടുംബപരമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്കുതർക്കം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചിലവ് ഒരാഴ്ച കൂടി നിൽക്കാനുള്ള സാധ്യത തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ കാണിക്കുന്നതാണ്. അതുപോലെ ദാമ്പത്യപരമായിട്ട് പരദേവത, അതായത് കുടുംബദേവത കടാക്ഷം അത്യാവശ്യമാണ്. ദിവസവും കുടുംബ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഭാഗ്യം ഒരാഴ്ച കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പക്ഷെ ജോലിയിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയ്ക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പൂർണ്ണമായും ദൈവികത കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊക്കെയാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഫലം നോക്കാം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഈ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച സ്ത്രീകൾക്ക് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കവിളിയിൽ കണ്ടു. അതുപോലെ കുടുംബത്ത് ഐക്യം, സമാധാനം, സന്തോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവികപരമായിട്ട്, പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാന്റെയും അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കുടുംബത്ത് നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ്, കിട്ടുന്നതാണ്.
വിദ്യാഭ്യാസപരമായിട്ട് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അടുത്ത ഒരാഴ്ച അത്ര നല്ല സമയമല്ല. ചൊവ്വ പ്രീതി, സുബ്രഹ്മണ്യ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പറ്റുമെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം നല്ല ഹയർ സ്റ്റഡീസിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ ആരോഗ്യപരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു തടസ്സം കാണുന്നുണ്ട് അടുത്തൊരാഴ്ച. ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ചെറിയ അസുഖങ്ങൾ പോലും അത് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യരുത്. ഭാഗ്യം കടാക്ഷം കുറഞ്ഞു നിൽക്കുന്നു. അതുപോലെ പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്ത് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ ജോലി സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുകയില്ല. ജോലിയിലെ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. ജോലി പുതിയതായിട്ട് അന്വേഷിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അവർക്ക് ദൈവികപരമായിട്ട് നല്ല ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ കവടിയിൽ തെളിഞ്ഞു കണ്ടു. ചിലവ് നിങ്ങൾക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പം വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെക്കാട്ടിൽ ഈ ഒരാഴ്ച ചിലവ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അടുത്തതായി ധനു കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം, ഇവർക്ക് അടുത്ത ഒരാഴ്ച പരദേവതാ കടാക്ഷം തീർച്ചയായിട്ടും നേടിയെടുക്കണം. പരദേവതാ പ്രീതി, ദിവസവും കുടുംബ ദേവിയെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കവടിയിൽ കണ്ടു. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ പിതാവിന്, കുടുംബത്ത് പിതാവിന് രാഹു സംബന്ധമായിട്ടുള്ള ആ ഒരു കടാക്ഷക്കുറവും അങ്ങനെ ആരോഗ്യപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ രീതികളിൽ, വീട് പണി, അതുപോലെ പുതിയതായിട്ട് ഫ്ലാറ്റ് മേടിക്കാൻ ഒക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുന്ന ആളുകൾക്ക് അടുത്ത ഒരാഴ്ച വളരെ നല്ല സമയമാണ്. അവർക്ക് ദൈവികത പൂർണ്ണമായിട്ടും ഉള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. വാഹനം എടുക്കാൻ പ്ലാനിങ് ഉള്ളവർക്കും വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ പഠന സംബന്ധമായി വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അടുത്ത ഒരാഴ്ച ദൈവാനുഗ്രഹം ഉള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അടുത്ത ഒരാഴ്ച ആ ഒരു കടാക്ഷം, ആ ഒരു ദൈവികപരമായിട്ടുള്ള ആ ഒരു രാഹു സംബന്ധമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. വിവാഹത്തിനുള്ള ഒരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ ജോലിയിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കാനുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ചിലവുകൾ സ്ത്രീകൾക്ക് കൂടി നിൽക്കാനുള്ള സാധ്യത, പുരുഷന്മാരെക്കാട്ടിൽ സ്ത്രീകൾക്ക് അടുത്ത ഒരാഴ്ച ചിലവ് നല്ല രീതിയിൽ കൂടി നിൽക്കുന്നു. ഇതൊക്കെയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ചത്തെ ഫലം. മകരക്കൂർ നക്ഷത്ര ജാതകരുടെ വാരഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, അതുപോലെ തിരുവോണം, അവിട്ടം ആദ്യ പകുതി, ഇവർക്ക് ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉണ്ട്. ഈ ഒരു മാസം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹനുമാൻ സ്വാമി കടാക്ഷം ഈ ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ 7.5 ശനി മാറും. ഈ ഒരു മാർച്ച് 29 ശനിമാറ്റത്തോടു കൂടി 7.5 ശനി ദോഷം പൂർണ്ണമായും വിട്ടുമാറിയതിന്റെ ആ ഒരു ശനിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് കർമ്മരംഗങ്ങളിൽ ഉള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ വീട് പണി, കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത്. അവർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യ കടാക്ഷം ഉണ്ടാകുന്നു. ഫാമിലിയിലുള്ള ഇഷ്യൂസ് ഒക്കെ മാറുന്നു. പുതിയതായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് ദൈവികപരമായിട്ട് എല്ലാ കടാക്ഷവും കിട്ടുന്നതാണ്. അതുപോലെ വരവ്, നല്ല രീതിയിലുള്ള ഇൻകം കിട്ടാനുള്ള സാധ്യത, ചിലവുകളൊക്കെ നിയന്ത്രിച്ചു നിർത്താൻ സഹായകരമാകുന്നു. പിതാവിന് ദോഷം കാണിക്കുന്നുണ്ട്. അപ്പം പിതാവിന്റെ ആരോഗ്യം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിതാവിനുള്ള ക്ലേശം കവിടയിൽ കണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് കുംഭക്കൂർ നക്ഷത്ര ജാതകരായ
അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. ഇത്രയും നക്ഷത്ര ജാതകരില് അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം പൂർണ്ണമായും കിട്ടുന്നതാണ്. അവിട്ടം നക്ഷത്ര ജാതകർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ ദൈവികപരമായിട്ടുള്ള ഒരു കടാക്ഷം കിട്ടുന്നതാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല സമയം, അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവിട്ടം നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് ബിസിനസ് എക്സ്പാൻഷനൊക്കെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് റിട്ടേൺസ് ഒക്കെ നല്ല രീതിയിൽ ലഭിക്കാൻ ഉള്ള സമയം കൂടിയാണ്. പക്ഷേ ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം ഇവർക്ക് അടുത്ത ഒരാഴ്ച ബിസിനസ് പരമായിട്ട് അത്ര നല്ല സമയമല്ല. അതുപോലെ സഹോദരങ്ങൾക്ക് ഉള്ള ദോഷം ഇതിനകത്ത് കാണിക്കുന്നു. കുടുംബത്ത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പിതാവിനും മാതാവിനും അങ്ങനെയുള്ള ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ, അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നു. ശത്രുപരമായിട്ട് നിങ്ങൾക്ക് അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം, അതുപോലെ ഹനുമാൻ സ്വാമി അനുഗ്രഹങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ശത്രുക്കൾ അങ്ങനെ ഈ ഒരാഴ്ച നിങ്ങളെ ഏൽക്കുന്നതല്ല. വിവാഹം ആലോചിക്കുന്നവർക്ക്, ചതയം പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക്, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം ഇവർക്ക് വിവാഹപരമായിട്ടുള്ള തടസ്സം നേരിടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ചെറിയ തോതിൽ കാണിക്കാനുള്ള സാധ്യതകളും ഇതിനകത്തുണ്ട്. ഭാഗ്യപരമായിട്ടും ഉള്ള ഒരു കടാക്ഷം കുറഞ്ഞു നിൽക്കുന്നു. അതുപോലെ ജോലി കിട്ടാനുള്ള ആ ഒരു കാലതാമസം വീണ്ടും ഒരാഴ്ച കൂടി നീണ്ടു നിൽക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ചിലവ് നിയന്ത്രിക്കാൻ സഹായകരമാകുന്നു അടുത്ത ഒരാഴ്ച. അതായത് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ നിങ്ങൾക്ക് കട്ട് ഡൗൺ ചെയ്യാൻ സഹായകരമാകുന്നു. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, അതുപോലെ ഉത്രട്ടാതി രേവതി ഇവർക്ക് ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചതിവ് പറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള മണി ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ആ ഒരു ഡീലിംഗ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ ഒരു പണം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്ക് അത്ര നല്ല സമയമല്ല അടുത്ത ഒരാഴ്ച. വിവാഹം ആലോചിക്കുന്നവർക്ക്, അതുപോലെ ജോലി സംബന്ധമായി അന്വേഷിക്കുന്നവർക്കൊക്കെ അടുത്തൊരാഴ്ച അത്ര നല്ല സമയമല്ല. കുട്ടികൾക്ക് രാഹു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പഠനത്തിലും അതുപോലെ ഹയർ സ്റ്റഡീസിനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ രാഹു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാഹു പ്രീതി അത്യാവശ്യമായിട്ട് നേടണം. ദിവസവും രാഹു മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ശത്രുപരമായിട്ട് തടസ്സങ്ങൾ മാറി നിൽക്കാൻ പരദേവതയെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ ശത്രുപരമായിട്ട് എല്ലാ രംഗങ്ങളിലും തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. വിവാഹപരമായിട്ട് തടസ്സം നേരിടാനുള്ള സാധ്യതയുണ്ട്. രാഹു പ്രീതി നേടുകയാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറി കിട്ടുന്നതാണ്. ഭർത്താവിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നു. ആരോഗ്യപരമായിട്ട് മൊത്തത്തിൽ ഈ മീനക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ട് ഉള്ള ഒരു തടസ്സം മൊത്തത്തിൽ കാണിക്കുന്നതാണ്. അപ്പം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്നു അടുത്തൊരാഴ്ച. വിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ ജോലിയിൽ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു. നിലവിൽ ജോലിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഏത് മേഖലയാണെങ്കിലും പ്രൈവറ്റ് അതുപോലെ ഗവൺമെന്റ് സർവീസിൽ ആണെങ്കിൽ പോലും ആ ഒരു ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ ഒരു ക്ലേശങ്ങൾ നേരിടാനുള്ള സാധ്യതയാണ് അടുത്ത ഒരാഴ്ച കവടിയിൽ കണ്ടത്. അതുപോലെ ചിലവ് ക്രമാതീതമായി കൂടി നിൽക്കുന്നു. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത ഒരാഴ്ച ഒരു പരിധിവരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് അടുത്ത ഒരാഴ്ചത്തെ വാരഫലം. എല്ലാ നക്ഷത്ര ജാതകർക്കും ഈ ഒരു രീതികളിലൊക്കെയുള്ള ഫലങ്ങളാണ്, കബഡിയിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തത്. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.